ഹലോ, എല്ലാവർക്കും എസ്.സി.ആർ.ടി സാമഗ്രിയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസ കറന്റ് അഫയേഴ്സാണ് വായിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്ര യോജന ആരംഭിച്ചത് 2015 ഏപ്രിൽ 8-നാണ്. കോർപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട മൈക്രോ സംരംഭങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം എത്ര ലക്ഷം രൂപയാണ്? 20 ലക്ഷം രൂപയുടെ വായ്പാ സൗകര്യമാണ് ലഭ്യമാക്കുന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. അമൃത്സർ കൂട്ടക്കൊല എന്നും അറിയപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യ ബഹിരാകാശ യാത്രാ ദിനമാണ് ഏപ്രിൽ 12. അന്താരാഷ്ട്ര മനുഷ്യ ബഹിരാകാശ യാത്രാ ദിനം ഏപ്രിൽ 12. യൂറി ഗഗാറിൻ നടത്തിയ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രയുടെ വാർഷികമാണിത്. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത്. ഈ ചരിത്ര യാത്രയുടെ സ്മരണാർത്ഥം 2018 UN പൊതുസഭയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. UN പൊതുസഭയാണ് ദിനാചരണത്തിന് 2018-നാണ് തുടക്കം കുറിച്ചത്. കൊച്ചിയിലും ഗുജറാത്തിലെ വാഡിനറിലും കപ്പൽ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ ആരംഭിക്കാൻ ധാരണയായത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? കൊച്ചിയിലും ഗുജറാത്തിലെ വാഡിനറിലും കപ്പൽ അറ്റകുറ്റ പണി ക്ലസ്റ്ററുകൾ ആരംഭിക്കാൻ ധാരണയായത് ഇന്ത്യയും യുഎഇയും തമ്മിലാണ്. ദുബായിൽ അഹമ്മദാബാദ് ഐഐഎമ്മിന്റെ ക്യാമ്പസ് ആരംഭിക്കും. എവിടെ ആരംഭിക്കുന്നത്? ദുബായിലാണ് അഹമ്മദാബാദ് ഐഐഎമ്മിന്റെ ക്യാമ്പസ് ആരംഭിക്കുന്നത്. യുഎഇയുടെ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് യുഎഇയുടെ ഉപപ്രധാനമന്ത്രി. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് യുഎഇയുടെ ഉപപ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200 ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നാണ്. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുകയോ ഒരു സംസ്ഥാനത്തിന് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഇരുസഭകളും പാസ്സാക്കുകയോ ചെയ്താൽ അത് ഗവർണർക്ക് സമർപ്പിക്കുകയും ഗവർണർ ബില്ലിന് സമ്മതം നൽകുന്നതായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള അനുമതി നിഷേധിക്കുകയോ അല്ലെങ്കിൽ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് മാറ്റിവെക്കുകയോ ചെയ്യും. ഇതാണ് ആർട്ടിക്കിൾ 200 പ്രകാരം. സംസ്കരണ രംഗത്തെ പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്നതിനും ഈ രംഗത്തെ കേരളത്തിന്റെ സവിശേഷതകൾ അവതരിപ്പിക്കുന്നതിനുമായിട്ട് ഒരുക്കുന്നത് വൃത്തി 2025 ദ ക്ലീൻ കേരള കോൺക്ലേവ് എന്നാണ്. വൃത്തി 2025 ദി ക്ലീൻ കേരള കോൺക്ലേവ്. സംസ്കരണ രംഗത്തെ പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്നതിനും ഈ രംഗത്തെ കേരളത്തിന്റെ സവിശേഷതകൾ അവതരിപ്പിക്കുന്നതിനുമായിട്ട് ഒരുക്കുന്നത് വൃത്തി 2025 ദി ക്ലീൻ കേരള കോൺക്ലേവ് എന്നാണ്. ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കും. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയുടെ ഭാഗമായി റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ പദ്ധതിയിൽ 1-ാം സ്ഥാനം നേടിയത് കേരളമാണ്. റൂഫ് ടോപ്പ് സോളാർ റെസിഡൻഷ്യൽ ഇൻസ്റ്റലേഷൻ പദ്ധതിയിൽ 1-ാം സ്ഥാനം നേടിയത് കേരളമാണ്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് എക്സ്. പ്രൊജക്ട് എക്സ് ആണ് സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് എക്സ് ആണ്. ദുരുപയോഗ സംഭവങ്ങൾ തിരിച്ചറിയാനും തടയാനും പ്രതികരിക്കാനും കഴിയുന്ന തരത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രൊജക്ട് എക്സ് പദ്ധതിയുടെ ഉദ്ദേശിക്കുന്നത്. 170-ാം ജന്മവാർഷികം ആഘോഷിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ്? 170-ാം ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത്. 12,500 വർഷം മുൻപ് മൺമറഞ്ഞു പോയ ഡയർ വൂൾഫ് എന്ന ചെന്നായെ ജീൻ എഡിറ്റിംഗ് വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ചത് US ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസ് ആണ്. 12,500 വർഷം മുൻപ് മൺമറഞ്ഞുപോയ ഡയർ വൂൾഫ് എന്ന ചെന്നായെ ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ചത് US ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസ് ആണ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന പരമ്പരയിലൂടെ പ്രശസ്തമായ ജീവിയാണ് ഡയർ വൂൾഫ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന പരമ്പരയിലൂടെ പ്രശസ്തമായ ജീവിയാണ് ഡയർ വൂൾഫ്. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂറിൽ 2-ാം പാദത്തില് ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ കീഴടക്കിയത് അർജുൻ എരിഗേസി. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർ 2-ാം പാദത്തില് 1-ാം നമ്പർ മാഗ്നസ് കാൾസനെ കീഴടക്കിയത് അർജുൻ എരിഗേസി. ATP മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റിലെ മത്സരം ജയിക്കുന്ന പ്രായം കൂടിയ ടെന്നീസ് താരമാണ് റോഹൻ ബോപ്പണ്ണ. ATP മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റിലെ മത്സരം ജയിക്കുന്ന പ്രായം കൂടിയ ടെന്നീസ് താരമാണ് റോഹൻ ബോപ്പണ്ണയാണ്. 3.2 മീറ്റർ അപ്പർച്ചർ റേഡിയോയും മില്ലിമീറ്റർ വേവ് ദൂരദർശിനിയുമായ 3 ഗോർജസ് അന്റാർട്ടിക്ക ഐ ഏത് രാജ്യമാണ് ആരംഭിച്ചത്? 3 ഗോർജസ് അന്റാർട്ടിക് ഐ ഏത് രാജ്യമാണ് ആരംഭിച്ചത്? ചൈന കേട്ടോ. ചൈനയുടെ ദൂരദർശിനിയാണ് 3 ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന് ആരംഭിച്ചത് ചൈനയാണ്.
പോഷൻ പക്വാട സംരംഭം നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ മന്ത്രാലയം ഏതാണ്? പോഷൻ പക്വാട സംരംഭം നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ മന്ത്രാലയമാണ് വനിതാ ശിശു വികസന മന്ത്രാലയം. പോഷൻ പക്വാട സംരംഭം നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ മന്ത്രാലയം ഏതാണ്? വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. 2025 ഏപ്രിലിൽ 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റാണ് കേരളം. എത്ര വർഷം പഴക്കമുള്ളതാണ്? 2000 വർഷം പഴക്കമുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റാണ് കേരളം. PSLV ഓർബിറ്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ 4 അതായത് പോയം 4 എന്നത് ഏത് ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ ഗവേഷണ പ്ലാറ്റ്ഫോമാണ്? അത് ISRO, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് പോയം 4 വികസിപ്പിച്ചെടുത്തത്. അടുത്തിടെ വാർത്തകളിൽ കണ്ട മൗണ്ട് കെൻലോൺ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കെൻലോൺ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫിലിപ്പൈൻസിൽ കേട്ടോ. ഫിലിപ്പൈൻസിലുള്ളതാണ് മൗണ്ട് കെൻലോൺ എന്നത് എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ്. ലോക ഹോമിയോപ്പതി ദിനമാണ് ഏപ്രിൽ 10. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ് ഏപ്രിൽ 10. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായി കണക്കാക്കുന്ന ഡോക്ടർ സാമുൽ ഹനിമാന്റെ ജന്മദിനമാണ് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പോപ്പൊട്ടാമസുകൾ ചാകാൻ ഇടയായ രാജ്യവുമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. 2025 ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പോപ്പൊട്ടാമസുകൾ ചാകാൻ ഇടയായ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. ഹിമാലയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് ആൻഡ് ക്ലൈമറ്റ് സെന്റർ ആരംഭിച്ചത് ഉദ്ധംപൂർ, ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലാണ് ഹിമാലയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് ആൻഡ് ക്ലൈമറ്റ് സെന്റർ ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് PR ശ്രീജേഷാണ്. 2025 അവാർഡിന് അർഹനായത് PR ശ്രീജേഷാണ്. 2024 അവാർഡ് ജയറാമിനാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 അവാർഡിന് PR ശ്രീജേഷാണ്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ചുവെ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ചുവെയാണ്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ചുവെ. കോമൺവെൽത്തിന്റെ 7ാമത്തെ സെക്രട്ടറി ജനറലാണ് ഷേർലി. എത്രാമത്തെയാണ്? കോമൺവെൽത്തിന്റെ 7ാമത്തെ സെക്രട്ടറി ജനറലാണ് ഷേർലി ബോച്ചുവെ. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത അറിയപ്പെടുന്നതാണ് പിങ്ക് ലൈൻ. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത അറിയപ്പെടുന്ന പേരെന്താണ്? പിങ്ക് ലൈൻ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന കൊച്ചി മെട്രോ 2ാം ഘട്ട പദ്ധതി. കലൂർ സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന കൊച്ചി മെട്രോ 2ാം ഘട്ട പദ്ധതി. ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകം രചിച്ചത് ബാനു മുഷ്താഖിന്റെ ബുക്കാണ് ഹാർട്ട് ലാമ്പ്. ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹത്തിന്റെ പേരെന്താ? ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് സൈക്കി. സൈക്കോ അല്ല, സൈക്കിയാണ്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5 കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസലിന്റെ പേരാണ് INS സുനൈന. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏത് പദ്ധതിയാണ്? ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5 കർണാടകയിലെ കാർവാറിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസലിന്റെ പേരാണ് INS സുനൈന. കുടുംബശ്രീയുടെ ജൻഗൽസ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കുടുംബശ്രീയുടെ ജൻഗൽസ പദ്ധതിയുടെ ലക്ഷ്യമാണ് ആദിവാസി സമൂഹങ്ങളുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യുക. ആദിവാസി സമൂഹങ്ങളുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുക എന്നതാണ് കുടുംബശ്രീയുടെ ജൻഗൽസ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തിടെ ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ നേതാവാരാണ്? അത് ദ്രൗപദി മുർമുവാണ്. നരേന്ദ്രമോദിക്കല്ല, ദ്രൗപദി മുർമുവിനാണ് ലഭിച്ചത്. ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ നേതാവാണ് ദ്രൗപദി മുർമു. ഹരിയാന പുരാവസ്തു സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തെ 2 സംരക്ഷിത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഹരിയാന പുരാവസ്തു സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തിലെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് തിഖാന ആൻഡ് മിതത്തൽ. ഏത് ജില്ല അറിയോ? അത് ഭിവാനി ജില്ലയിലാണ് തിഖാനയും മിതത്തലും. തിഖാന ആൻഡ് മിതത്തലാണ് ഭിവാനി ജില്ലയിലാണ്. ഹരിയാന പുരാവസ്തു സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തിലെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് തിഖാന ആൻഡ് മിതത്തൽ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് എക്സ്. ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടുള്ള സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? പ്രൊജക്ട് എക്സ്.
2028 ലോസ് ഏഞ്ചൽസിലെ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ T20 ഫോർമാറ്റിൽ 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലെ ക്രിക്കറ്റ് മത്സരങ്ങൾ T20 ഫോർമാറ്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ 6 ടീമുകൾ വീതമാണ് മത്സരിക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ 6 ടീമുകൾ വീതം മത്സരിക്കും. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർ രണ്ടാം പദത്തിലെ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസനെ കീഴടക്കിയത് അർജുൻ എരിഗേസിയാണ്. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർ രണ്ടാം പദത്തിലെ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ കീഴടക്കിയത് അർജുൻ എരിഗേസിയാണ്. അർജന്റീനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയത് സ്വരൂപി ഇന്ദ്രസിംഗ് ആൻഡ് വിജയ വീർ സിന്ധു ട്ടോ. അർജന്റീനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പില് ഷൂട്ടിങ്ങിൽ വേദിയെടുക്കുന്നു അർജന്റീനയിലായിരുന്നു. ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയത് സ്വരൂപി ഇന്ദ്രസിംഗ് ആൻഡ് വിജയ വീർ സിന്ധു ആൻഡ് സ്വരൂപി ഇന്ദ്രസിംഗ് ട്ടോ. സ്വരൂപി ഇന്ദ്രസിംഗ് ആൻഡ് വിജയ വീർ സിന്ധു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. അടുത്തിടെ അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യമാണ് ചൈന. അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ചത് ഏത് രാജ്യമാണ്? അത് ചൈനയാണ്. കടലും കടലോരവും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. കടലും കടലോരവും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ശുചിത്വ സാഗരം സുന്ദരതീരം ട്ടോ. ശുചിത്വ സാഗരം സുന്ദരതീരം. റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. റഷ്യയുടെ വിക്ടറി ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദിയാണ്. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ്? അത് കണ്ണാടിപ്പായയാണ്. അടുത്തിടെ ശാസ്ത്രജ്ഞർ ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ച 12,500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ചെന്നായ വിഭാഗമാണ് ഡയർ വൂൾഫ്. എത്ര വർഷമാണ്? 12,500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ചെന്നായ വിഭാഗത്തിനെയാണ് ശാസ്ത്രജ്ഞർ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ചത്. ആ ചെന്നായയുടെ പേരെന്താണ്? ഡയർ വൂൾഫ് ട്ടോ. ഡയർ വൂൾഫ്. പേരും പഠിക്കണം. എത്ര വർഷമാണ്? 12,500 വർഷങ്ങൾക്ക് മുമ്പിൽ. ഏത് ടെക്നോളജി ആയിരുന്നു? ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ച ഏത് ജീവിയാണ്? ചെന്നായ ട്ടോ. ചെന്നായ വിഭാഗമാണ് ഡയർ വൂൾഫ്. കെ ബിർള ഫൗണ്ടേഷന്റെ 2024 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. അടിപൊളി നെയിമാണ്. മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ് കെ ബിർള ഫൗണ്ടേഷന്റെ 2024 സരസ്വതി സമ്മാൻ അവാർഡ് ലഭിച്ചത് ട്ടോ. മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. 2025 ഏപ്രിലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി സിഇഒ ആയി നിയമിതനായത് വിരാൽ ദൗദയാണ്. 2025 ഏപ്രിലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി സിഇഒ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ CIO ആയി നിയമിതനായത് വിരാൽ ദൗദയാണ്. 2025 ഏപ്രിലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി CIO ആയി നിയമിതനായത് വിരാൽ ദൗദയാണ്. സമാധാനപരമായ ബഹിരാകാശ പര്യവേഷണത്തിനുള്ള പ്രതിബദ്ധത അടയാളപ്പെടുത്തിക്കൊണ്ട് ആർടെമിസ് ഉടമ്പടിയിൽ 54ാമത് ഒപ്പുവെച്ച രാജ്യം ഏത് രാജ്യമാണ്? സമാധാനപരമായ ബഹിരാകാശ പര്യവേഷണത്തിനുള്ള പ്രതിബദ്ധത അടയാളപ്പെടുത്തിക്കൊണ്ട് ആർടെമിസ് ഉടമ്പടി 54ാമത് ഒപ്പുവെച്ച രാജ്യമാണ് ബംഗ്ലാദേശ് ട്ടോ. ആർടെമിസ് ഉടമ്പടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമാധാനപരമായ ബഹിരാകാശ പര്യവേഷണത്തിനുള്ള പ്രതിബദ്ധത അടയാളപ്പെടുത്തിക്കൊണ്ട് ആർടെമിസ് ഉടമ്പടി 54ാമത് ഒപ്പുവെച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താ? ജീവൻ ദീപം ഒരുമാണ്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ. ആരുടെ പദ്ധതിയാണ്? കുടുംബശ്രീയുടെ ട്ടോ. കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ഏതൊക്കെയാണ്? കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീയും LICയും കൂടി ചേർന്നിട്ട് സംയുക്ത പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ ട്ടോ. ജീവൻ ദീപം ഒരുമ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാ? രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കാവൻട്രി. രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കാവൻട്രി. കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അമേരിക്കക്കെതിരെ 125% തീരുവ പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കക്കെതിരെ 125% തീരുവ പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈനയാണ്. അടുത്തിടെ പരീക്ഷിച്ച് വിജയിച്ച DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബിന്റെ പേരെന്താ?
DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ് ട്ടോ. അപ്പൊ ഗൗരവ് എന്താണ് മിസൈലാണോ റോക്കറ്റാണോ ബോംബാണോ ചോദിക്കുമ്പോൾ ബോംബാണ്. DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബിന്റെ പേരാണ് ഗൗരവ്. മുംബൈ ഭീകരാക്രമണത്തിൽ 6 US പൗരന്മാർ ഉൾപ്പെടെ 166 പേരെ കൂട്ടക്കൊല ചെയ്ത കുറ്റത്തിന് അമേരിക്ക ശിക്ഷിക്കപ്പെടുകയും തുടർന്ന് 2023 ഇന്ത്യ നൽകിയ കൈമാറ്റ അഭ്യർത്ഥന പ്രകാരം US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ച കുറ്റവാളിയാണ് തഹാവൂർ റാണ. മുംബൈ ഭീകരാക്രമണത്തിൽ 6 US പൗരർ ഉൾപ്പെടെ 166 പേരെ കൂട്ടക്കൊല ചെയ്ത കുറ്റത്തിന് അമേരിക്കയിൽ ശിക്ഷിക്കപ്പെടുകയും തുടർന്ന് 2023 ഇന്ത്യ നൽകിയ കൈമാറ്റ അഭ്യർത്ഥന പ്രകാരം US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച കുറ്റവാളിയാണ് തഹാവൂർ റാണ. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തിയതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? യശ്വന്ത് വർമ്മ കേട്ടോ. ആരാണ്? യശ്വന്ത് വർമ്മ. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തിയതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വ്യക്തിയാണ് യശ്വന്ത് വർമ്മയാണ്. 2025 ഏപ്രിൽ അന്തരിച്ച റായ് നൃത്ത കലാകാരനാണ്. നൃത്ത കലാകാരന്റെ പേരെന്താ? രാം സഹായ് പാണ്ഡെയാണ് റായ് നൃത്ത കലാകാരൻ. 2025 ഏപ്രിൽ അന്തരിച്ച റായ് നൃത്ത കലാകാരനാണ് രാം സഹായ് പാണ്ഡെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യമാണ് ശ്രീലങ്ക. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യം ഏതാ? അത് ശ്രീലങ്ക കേട്ടോ. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയുമായിട്ട് പ്രതിരോധ ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യമാണ് ശ്രീലങ്ക. 2025 ഏപ്രിലിൽ പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാണ്. പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് തിരുവനന്തപുരം. ഷൂട്ടിംഗ് ലോകകപ്പ് 2025 വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയത് സുരുചി ഇന്ദർ സിംഗ് ആണ്. ഷൂട്ടിംഗ് ലോകകപ്പ് 2025 വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയതാരാണ്? അത് സുരുചി ഇന്ദർ സിംഗ് കേട്ടോ. സുരുചി ഇന്ദർ സിംഗ് നേരത്തെ വായിച്ച പോയിന്റ് തന്നെ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയത് സുരുചി ഇന്ദർ സിംഗ് ആണ്. ജാവലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഇരട്ട സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയുടെ പുതിയ കോച്ചാണ് യാൻ സലൻസി. ആരാണ്? യാൻ സലൻസിയാണ് ജാവലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഇരട്ട മെഡൽ ജേതാവായ നീരജ് ചോപ്രയുടെ പുതിയ കോച്ചാണ് യാൻ സലൻസി. ലോക ഒളിമ്പിക്സ് കപ്പില് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോക്സറാണ് ഹിതേഷ് ഗുലിയാണ് വേൾഡ് ബോക്സിംഗ് കപ്പില് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബോക്സറാണ് ഹിതേഷ് ഗുലിയ. 2022 ലോസ് ആഞ്ചലസിലെ ഒളിമ്പിക്സ് ക്രിക്കറ്റ് മത്സരത്തിലും പുരുഷ വനിതാ വിഭാഗങ്ങളിലേക്ക് എത്ര ടീമുകളെ വീതം പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചത്? 6 ടീമുകളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാം. താങ്ക് യു.